അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിലൂടെ ഞാൻ വരുമാനമുണ്ടാക്കിയതെന്നാണ്. സ്വന്തമായി ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ ഇറങ്ങാൻ മടിയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചാണ് ഇത് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞ ഉടനെയായിരുന്നു എൻ്റെ കല്യാണം. അങ്ങനെ വീട്ടുജോലി തിരക്കും മക്കളെ വളർത്തലുമായി 3-4 വർഷം കടന്നുപോയി. എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ ജോലി കിട്ടിത്തുടങ്ങി. എനിക്കാണേൽ ആകെ വിഷമം, ഒരു വരുമാനമില്ലല്ലോ എന്ന്. ഹസ്ബൻഡാണേൽ പുറത്തു പോയി ജോലി ചെയ്യാൻ വിടില്ല. വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആലോചിച്ചു എന്ത് ജോലി ചെയ്യുമെന്ന്. അങ്ങനെ എൻ്റെ ബുദ്ധിയിൽ ഒരു ഐഡിയ വന്നു, തയ്യൽ. എൻ്റെ ഏട്ടത്തി സ്റ്റിച്ചിങ് പഠിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമായിരുന്നു. അങ്ങനെയിരിക്കെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലോട്ട് പർച്ചേസ് ചെയ്യുവാനായി പോയി. എറണാകുളത്തോട്ടായിരുന്നു വന്നിരുന്നത്. ഞങ്ങൾ അന്ന് ഇടുക്കിയിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ നൈറ്റി ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് ഏറ്റവും നല്ല ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്ന 10 പീസ് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ ഹസ്ബൻഡ് ആ 10 പീസും എടുത്തുകൊണ്ട് വന്നു. ഞാൻ അടുത്തുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ആ 10 പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ ഒരു വിഷമം. ഇനി ഇതിപ്പോൾ ആർക്ക് കൊടുക്കും? എനിക്കാണെങ്കിൽ അടുത്തുള്ള ആളുകളോട് ചോദിക്കാൻ ഒരു നാണക്കേട്. അതെന്താണെന്നല്ലേ, എൻ്റെ സ്വപ്നം വലിയ ജോലിയായിരുന്നല്ലോ. ഇതൊക്കെ ഒരു തരംതാണ ജോലിയാണെന്നാണ് അന്നെൻ്റെ വിചാരം. അങ്ങനെ ഞാൻ മനസ്സില്ലാ മനസ്സോടുകൂടി ആ 10 പീസും എടുത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ താമസിക്കുന്ന ഹസ്ബൻഡിൻ്റെ അമ്മായിമാരുടെ വീട്ടിലെത്തി. എല്ലാവരുടെയും വീട്ടിൽ ഞാൻ പോയില്ല കേട്ടോ. ഞാനിത് കാണിച്ചാൽ എടുക്കുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ വീട്ടിൽ മാത്രം പോയി. ഫസ്റ്റ് ആളുടെ വീട്ടിൽ പോയി പറഞ്ഞു, ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന്. അമ്മായിക്ക് അത് വളരെ ഇഷ്ടമായി. അങ്ങനെ ആ അമ്മായി തന്നെ 3-4 പീസ് എടുത്തു. ബാക്കി അടുത്തുള്ള അമ്മായിമാർക്കും കൊടുത്തു. അങ്ങനെ എനിക്കത് വലിയ ഒരു ആശ്വാസമായി. ക്യാഷ് കയ്യിൽ കിട്ടി. അങ്ങനെ ആദ്യത്തെ എൻ്റെ ബിസിനസ് സ്റ്റാർട്ടായി. അങ്ങനെ വീണ്ടും തുണിയെടുക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് വീണ്ടും ഷോപ്പിലോട്ട് പർച്ചേസ് ചെയ്യുവാനായി മധുരയ്ക്ക് പോയി. അങ്ങനെ അവിടെ നിന്നും ഒരു 20 പീസ് നൈറ്റ് തുണി എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാത്ത തന്നെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികളോടൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് നല്ല ഫ്രണ്ട്സായിട്ടുള്ള അയൽവാസികളോട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അവരൊക്കെ വീട്ടിൽ വരാനും തുണിയൊക്കെ എടുക്കാനും തുടങ്ങി. അങ്ങനെ ആ തുണിയും എനിക്ക് സെയിലായി. പക്ഷേ എനിക്ക് വലിയ ഒരു പണി കിട്ടി. ആ പണി എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.